ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ദേവസ്വം ബോർഡ് മുൻ അംഗം കെ.പി. ശങ്കരദാസിന്റെ അറസ്റ്റ് ഒഴിവാക്കി മുന്നോട്ട് പോകാനാകാതെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് അന്വേഷണ സംഘം. തന്ത്രിയുടെ അറസ്റ്റ് പോലും വിശദീകരിക്കാനാകാതെ പാടുപെടുമ്പോഴാണ് കോടതി അതിരൂക്ഷ വിമർശനം നടത്തിയത്. മുൻമന്ത്രി കടകംപള്ളിയുടെയും ദേവസ്വം മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന്റെയും അറസ്റ്റ് വൈകിപ്പിക്കുന്നതും തിരിച്ചടിയാകുമെന്ന വിലയിരുത്തൽ കൂടിയുണ്ട് എന്നുള്ളതാണ്. വിവരങ്ങളുമായി വിനീഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. വിനീഷ്, നമുക്കറിയാം ഈ SIT കുറിച്ച് നേരത്തെ തന്നെ പല വിധത്തിലുള്ള ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. അവരുടെ അറസ്റ്റിലൊക്കെ ഒരു ഫുൾ സ്റ്റോപ്പ് വന്നതോടുകൂടി ഹൈക്കോടതി അടക്കം ഈ വിഷയത്തിൽ ഇടപെട്ടതാണ്. എന്തുകൊണ്ട് നിങ്ങൾ അറസ്റ്റ് ഒഴിവാക്കി മുന്നോട്ട് പോകുന്നു, അറസ്റ്റ് നടക്കേണ്ട സമയങ്ങൾ അതിക്രമിച്ചിരിക്കുന്നു എന്ന കാര്യമൊക്കെ പരോക്ഷമായി തന്നെ കോടതി ചൂണ്ടിക്കാട്ടിയതാണ്. എന്തായാലും അതിനുശേഷം ഒരു അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. തന്ത്രിയുടെ അറസ്റ്റ് ഉണ്ടാകുന്നു. പക്ഷേ തന്ത്രിയെ ഏത് രീതിയിൽ ഏത് കാര്യങ്ങളിൽ വ്യക്തത തേടാനാണ് അറസ്റ്റ് നടത്തിയത് എന്ന കാര്യത്തിലൊക്കെ തന്നെ SITക്ക് കൃത്യമായ ഒരു വിശദീകരണം നൽകാൻ സാധിക്കുന്നില്ല. ഈ ഹൈക്കോടതിയിലെടുത്ത നിലപാട്, പത്മകുമാറിന്റെ അറസ്റ്റിൽ ആ ഒരു അറസ്റ്റ് റിപ്പോർട്ടിലെടുത്ത നിലപാട്, പിന്നീട് തന്ത്രിയുടെ അറസ്റ്റ് ഉണ്ടാകുന്നു, അങ്ങനെ പല വിധത്തിലുള്ള അവ്യക്തതകൾ ഈ വിഷയത്തിലുണ്ട് എന്നുള്ളതും നമുക്ക് മുന്നിലുള്ള വസ്തുത തന്നെയാണ്. എന്താണിപ്പോൾ SIT നേടുന്ന വെല്ലുവിളി, വിനീഷ്? തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ SITക്കെതിരെ, പ്രത്യേക അന്വേഷണ സംഘത്തിനെതിരെ ഉയരുന്ന വിമർശനങ്ങൾ ഇത്തരത്തിൽ തന്നെയാണ്. കാരണം മുൻ ദേവസ്വം മന്ത്രിമാരായ ദേവസ്വം മന്ത്രി, പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് കടകംപള്ളി സുരേന്ദ്രനെ ഒരു ഘട്ടത്തിൽ ചോദ്യം ചെയ്യുന്നു, അതിനുശേഷം വിട്ടയക്കുന്നു. സമാനമായ രീതിയിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ PS പ്രശാന്തിനെ ഒരു ഘട്ടത്തിൽ ചോദ്യം ചെയ്യുന്നു, പിന്നീട് വിട്ടയക്കുന്നു. പക്ഷേ ഈ കേസിൻ്റെ പ്രധാന കണ്ണികൾ എന്ന് ആക്ഷേപമുയരുന്നവരെയാണ് ഇത്തരത്തിൽ പ്രത്യേക അന്വേഷണ സംഘം വിട്ടയക്കുന്നത്. അത് ഉന്നത രാഷ്ട്രീയ സ്വാധീനം കൊണ്ടാണ് എന്നതാണ് ഏറ്റവും പ്രധാനമായി ഉയരുന്ന ആക്ഷേപം. അത് കോടതിയുടെ വിമർശനങ്ങളിലേക്കൊക്കെ ഈ പ്രത്യേക അന്വേഷണ സംഘത്തെ കൊണ്ടെത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. സമാനമായ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ഇത്തരം വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് സ്വർണ്ണ കവർച്ചയ്ക്ക് കൂട്ടുനിന്നത് എന്ന് ആരോപിക്കപ്പെടുന്ന ശങ്കർദാസിനെ സംബന്ധിച്ചിടത്തോളം ആ ശങ്കർദാസിന്റെ അറസ്റ്റ് വൈകുന്നതിൽ ഉന്നത CPM നേതാക്കളുടെ ഇടപെടൽ ആണ് എന്ന ആക്ഷേപമാണ് പല ഘട്ടങ്ങളിലായി ഉയരുന്നത്. കാരണം ശങ്കർദാസിന്റെ അറസ്റ്റ് ഇങ്ങനെ വൈകിപ്പിച്ചുകൊണ്ട് ആശുപത്രിവാസം തുടരുന്ന ഒരു സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തിൽ പല ഘട്ടങ്ങളിലും കോടതി തന്നെ അതൃപ്തി പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. CPMന്റെ ഉന്നത നേതാക്കളായുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ അന്വേഷണം വൈകുന്നത്, ശങ്കർദാസിന്റെ അന്വേഷണം വൈകുന്നത് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ശങ്കർദാസിന്റെ മകൻ എന്ന് പറയുന്നത് തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനാണ്, DIG ആണ്. ഈ DIG ആയ ഹരിശങ്കറിന്റെ സ്വാധീനത്തിലാണ് ഇപ്പോഴും ഇയാളെ അറസ്റ്റ് ചെയ്യാതെ, ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യാതെ പ്രത്യേക അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത് എന്നതാണ് ഉയരുന്ന ആക്ഷേപം. എന്തായിരുന്നാലും കോടതിയുടെ വിമർശനങ്ങൾക്കൊടുവിൽ നിലവിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇത്തരം അറസ്റ്റിലേക്കൊക്കെ നീങ്ങിയേ കഴിയാൻ അത്തരത്തിലുള്ള നീക്കത്തിലേക്ക് മുന്നോട്ട് പോയേ സാധ്യമാവുകയുള്ളൂ പ്രത്യേക അന്വേഷണ സംഘത്തിന് എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി അറസ്റ്റിലേക്ക് എത്താനുള്ളത് മുൻ ദേവസ്വം മന്ത്രിയായ, അത്തരത്തിൽ ആക്ഷേപമുയർത്തുന്ന മുൻ ദേവസ്വം മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രൻ, ഒപ്പം തന്നെ മുൻ ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത്, അദ്ദേഹത്തിൻ്റെ മകനാണ് ഹരിശങ്കറിന്റെ സ്വാധീനം കൊണ്ടാണ് ഇത്തരത്തിൽ ആക്ഷേപങ്ങൾ ഉയരുന്ന ഘട്ടത്തിൽ പോലും ശങ്കർദാസിനെ സംരക്ഷിക്കുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹരിശങ്കറിന്റെ ഇടപെടൽ അതാണ് പ്രധാനമായും ഉണ്ടാകുന്നത്. ശങ്കർദാസിനും ശങ്കർദാസിന്റെ മകനായ DIGയുമായ ഹരിശങ്കറിന് ഉന്നത CPM നേതാക്കളിലുള്ള ബന്ധം തന്നെയാണ് ഇപ്പോഴും അന്വേഷണം ഇത്തരത്തിൽ നീങ്ങാനുള്ള, അല്ലെങ്കിൽ അത്തരത്തിൽ ഇഴഞ്ഞു നീങ്ങുന്നത് എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനമായി എടുത്തു പറയാൻ സാധിക്കുന്നത്, തന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്ന ഘട്ടങ്ങളിലൊക്കെ ഈ അന്വേഷണ സംഘം വളരെ ചടുലമായി നീങ്ങി. ആ ചടുലത ഈ അറസ്റ്റുകളിലേക്കില്ല എന്നതാണ് ഏറ്റവും പ്രധാനമായി ഉയരുന്നത്. എന്തായിരുന്നാലും വരും ദിവസങ്ങളിൽ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് കോടതിയുടെ വിമർശനം ഉണ്ടാകും. കഴിഞ്ഞ തവണ കോടതി അത്തരത്തിലുള്ള വിമർശനങ്ങൾ മുന്നോട്ട് വച്ചിരുന്നു. ആ വിമർശനങ്ങൾ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് വരും ദിവസങ്ങളിൽ നേരിടേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമില്ല. രാഖി. വിനീഷ് സൂചിപ്പിച്ചതുപോലെ SIT വല്ലാത്ത ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളതാണ്. നമ്മുടെ കടകംപള്ളി സുരേന്ദ്രൻ, മുൻ ദേവസ്വം മന്ത്രി, അദ്ദേഹത്തെ ചോദ്യം ചെയ്തിരുന്നു.
പക്ഷേ പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ കൃത്യമായ ഒരു വിശദീകരണം ഈ വിഷയത്തിൽ നൽകാൻ സാധിക്കുന്നില്ല. ഒപ്പം തന്നെ PS പ്രശാന്ത് അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ വൈകുന്നു എന്നുള്ളത് SITക്ക് തന്നെ മുന്നോട്ട് പോകാൻ വലിയ തിരിച്ചടി സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളതും വലിയൊരു വിലയിരുത്തലായി മുന്നിലുണ്ട് എന്നുള്ളതാണ്. വി വിനീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.